ഇന്ന് ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡാർക്ക് മോഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യൂട്യൂബ് മുതൽ ഇൻസ്റ്റഗ്രാം വരെ, വാട്സാപ്പ് മുതൽ ഗൂഗിൾ സർവീസുകൾ വരെ മിക്കവാറും എല്ലാ പ്രധാന പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ബ്രൈറ്റ് വൈറ്റ് നിറത്തിൽ നിന്ന് ഡാർക്ക് ബ്ലാക്ക് നിറത്തിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട്. ചിലരിത് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. മറ്റുള്ളവർ ഇത് മൊബൈലിൻ്റെ ബാറ്ററി ലാഭിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഒരുപാട് ആളുകൾ ഇത് കൂളായ ഒരു കംഫർട്ടായ ഓപ്ഷനായി കാണുന്നു. എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ ശാസ്ത്രം എന്താണ് പറയുന്നത്? ഡാർക്ക് മോഡ് നമ്മുടെ കണ്ണുകളെ ശരിക്കും സഹായിക്കുമോ? അതോ ഇതൊരു ട്രെൻഡ് മാത്രമാണോ? ഡാർക്ക് മോഡിൻ്റെ പിന്നിലെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മനസ്സിലാക്കാൻ ആദ്യം നമ്മുടെ കണ്ണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മനുഷ്യൻ്റെ കണ്ണ് നിരന്തരം വെളിച്ചവുമായി പൊരുത്തപ്പെടുന്നു. ഇരുണ്ട മുറിയിൽ നിങ്ങളൊരു തിളക്കമുള്ള സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കൃഷ്ണമണികൾ ചുരുങ്ങുകയും വേഗത്തിൽ വികസിക്കുകയും ചെയ്താണ് ആ സാഹചര്യവുമായി അത് പൊരുത്തപ്പെടുന്നത്. ഈ നിരന്തരമായ ക്രമീകരണം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിന് കാരണമാകും. കണ്ണിൻ്റെ ഡ്രൈനസ് അഥവാ വരൾച്ച, പ്രകോപനം, മങ്ങിയ കാഴ്ച, തലവേദന എന്നിവ ഉൾപ്പെടുന്ന ഒരവസ്ഥ. ഇതിനു പിന്നിലെ പ്രധാന കാരണം സ്ക്രീനിൻ്റെ തെളിച്ചം മാത്രമല്ല, നീണ്ടു നിൽക്കുന്ന സ്ക്രീൻ എക്സ്പോഷർ കൂടിയാണ്. നമുക്കറിയാം, ഡാർക്ക് മോഡ് നിങ്ങളുടെ സ്ക്രീനിൻ്റെ മൊത്തത്തിലുള്ള തെളിച്ചം കുറയ്ക്കുന്നു. പശ്ചാത്തലം ഇരുണ്ടതും വാചകം വെളിച്ചമുള്ളതുമായിരിക്കുമ്പോൾ സ്ക്രീൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് കുറച്ച് വെളിച്ചം മാത്രമേ പുറപ്പെടുവിക്കുന്നുള്ളൂ. കുറഞ്ഞ വെളിച്ചമുള്ള സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ സുഖകരമായി തോന്നാം, കാരണം ഇത് തിളക്കം കുറയ്ക്കുന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ കാഴ്ചക്ഷീണത്തിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് മൊബൈൽ സ്ക്രീനിൻ്റെ ഗ്ലെയർ തന്നെയാണ്. ഇരുണ്ട അന്തരീക്ഷങ്ങളിൽ ഡാർക്ക് മോഡിന് തിളക്കം കുറയ്ക്കാൻ കഴിയുമെങ്കിലും വായനാക്ഷമത എപ്പോഴും മെച്ചപ്പെടുത്താൻ കഴിയില്ലെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായും ഒരു പ്രകാശ പശ്ചാത്തലത്തിൽ ഇരുണ്ട വാചകം കൂടുതൽ കാര്യക്ഷമമായി വായിക്കും. ഇതിനെ പോസിറ്റീവ് പൊളാരിറ്റി ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. വെളുത്ത പശ്ചാത്തലത്തിലുള്ള കറുത്ത വാചകം കണ്ണിന് കുറച്ച് ശക്തമായ ദൃശ്യ തീവ്രത സൃഷ്ടിക്കുകയും വായിക്കുന്ന ആളുടെ കൃഷ്ണമണി നേരത്തെ പറഞ്ഞതുപോലെ ചുരുങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ ഇരുണ്ട പശ്ചാത്തലത്തിൽ ലൈറ്റ് ടെക്സ്റ്റുള്ള ഡാർക്ക് മോഡിൽ വായിക്കുന്നയാളുടെ കൃഷ്ണമണി ചെറുതായി വികസിക്കുന്നു. ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ആസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക്, ഇത് കാഴ്ചശക്തി അത്ര നല്ലതല്ലാതാക്കാം. അതുകൊണ്ടാണ് ചിലർക്ക് ഡാർക്ക് മോഡിൽ വാചകം അല്പം മങ്ങലായി കാണപ്പെടുന്നത്. അപ്പോൾ ഡാർക്ക് മോഡ് നല്ലതാണോ അതോ മോശമാണോ? ഇതിൻ്റെ ഉത്തരം സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു. രാത്രിയിൽ നിങ്ങളൊരു മങ്ങിയ, അതായത് വെളിച്ചം കുറഞ്ഞ മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഡാർക്ക് മോഡിൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നും. ഇത് നിങ്ങളുടെ കണ്ണുകളിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത കുറയ്ക്കുകയും പെട്ടെന്നുള്ള ബ്രൈറ്റ്നസ് ഷോക്കുകൾ തടയാൻ സഹായിക്കുകയും ചെയ്യും. ഉറങ്ങുന്നതിന് മുൻപ് ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. കാരണം തിളക്കമുള്ള പ്രകാശം ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണായ മെലറ്റോണിനെ കുറയ്ക്കും. വാസ്തവത്തിൽ സ്ക്രീനുകളിൽ പൊതുവെ കാണുന്ന നീല വെളിച്ചത്തിലേക്ക് കൂടുതൽ നേരം നോക്കുന്നത് നമ്മുടെ ഉറക്കവുമായി വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഡാർക്ക് മോഡ് നീല വെളിച്ചത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ലെങ്കിലും മൊത്തത്തിലുള്ള പ്രകാശത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഇതിന് കഴിയും. ആൻഡ്രോയിഡ്, iOS എന്നിവയിൽ പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങൾ ആയാസം കുറയ്ക്കുന്നതിന് ഫിൽട്ടറുകളോ നൈറ്റ് ഷിഫ്റ്റ് ക്രമീകരണങ്ങളോ ഉപയോഗിച്ച് ഡാർക്ക് മോഡിനെ സംയോജിപ്പിക്കുന്നുണ്ട്. എന്നാൽ പകൽ സമയത്ത്, പ്രത്യേകിച്ച് നല്ല വെളിച്ചമുള്ള അന്തരീക്ഷത്തിൽ ലൈറ്റ് മോഡ് മികച്ചതായിരിക്കും. കാരണം അന്തരീക്ഷത്തിലെ മൊത്തത്തിലുള്ള ഉയർന്ന ആംബിയന്റ് ലൈറ്റ് ഗ്ലെയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കും. കൂടാതെ വെളുത്ത പശ്ചാത്തലത്തിലുള്ള ഇരുണ്ട വാചകം കൂടുതൽ വ്യക്തവും നീണ്ട ഡോക്യുമെന്റുകൾ വായിക്കാൻ എളുപ്പവുമായി നമുക്ക് തോന്നും. ഡാർക്ക് മോഡിൻ്റെ മറ്റൊരു രസകരമായ നേട്ടം ബാറ്ററി ലാഭിക്കലാണ്, പ്രത്യേകിച്ച് OLED സ്ക്രീനുകളിൽ. OLED ഡിസ്പ്ലേകളിൽ കുറഞ്ഞ പവറാണ് ഉപയോഗിക്കുന്നത്. ഇതിനർത്ഥം AMOLED ഡിസ്പ്ലേകൾ ഉപയോഗിക്കുന്ന സാംസങ് പോലുള്ള കമ്പനികളിൽ നിന്നുള്ള ഫോണുകൾക്ക് ഡാർക്ക് മോഡ് പ്രവർത്തനക്ഷമമാക്കുമ്പോൾ ശ്രദ്ധേയമായ ബാറ്ററി ലാഭിക്കാൻ കഴിയുമെന്നാണ്. എന്നിരുന്നാലും LCD സ്ക്രീനുകളിൽ ഡാർക്ക് മോഡ് ബാറ്ററി ലാഭിക്കൽ വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഡാർക്ക് മോഡ് നിങ്ങളുടെ കണ്ണുകളെ ശാശ്വതമായി സംരക്ഷിക്കുമോ? ഇതിൻ്റെ ഉത്തരം കൃത്യമായി അല്ല എന്നാണ്. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഫോണിൻ്റെ കളർ തീമല്ല, അത് നമ്മൾ സ്ക്രീനിൽ ഉപയോഗിക്കുന്ന സമയമാണ്. ഇടവേളകളില്ലാതെ മണിക്കൂറുകളോളം ഏതെങ്കിലും സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത് സമ്മർദ്ദമുണ്ടാക്കും. അത് ഡാർക്ക് മോഡായാലും ലൈറ്റ് മോഡായാലും. സ്ക്രീൻ ഉപയോഗത്തിൽ 20-20-20 എന്ന നിയമം വിദഗ്ധർ ശുപാർശ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള എന്തെങ്കിലും 20 സെക്കൻഡ് നോക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് ക്രമീകരിക്കുക.
കണ്ണിൻ്റെ ഡ്രൈനെസ് തടയാൻ കൂടുതൽ തവണ കണ്ണ് ചിമ്മുക. നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് ശരിയായ അകലം പാലിക്കുക. ഡാർക്ക് മോഡ് നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു മാന്ത്രിക കവചമല്ല, ഇതൊരു ഓപ്ഷനാണ്. കുറഞ്ഞ വെളിച്ചമുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കണ്ണുകൾക്ക് ഇത് ഇമ്പമുള്ളതാകും. നല്ല പകൽ വെളിച്ചത്തിൽ ലൈറ്റ് മോഡ് കൂടുതൽ ഫലപ്രദമാകാം. യഥാർത്ഥ പരിഹാരം നേരത്തെ പറഞ്ഞതുപോലുള്ള ശരിയായ സ്ക്രീൻ ശീലങ്ങളിലാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഡാർക്ക് മോഡിലേക്ക് മാറുമ്പോൾ ഓർമ്മിക്കുക, നിങ്ങളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മാത്രമല്ല, നിങ്ങളുടെ കണ്ണുകൾ പ്രകാശവുമായി എങ്ങനെ ഇടപഴകണമെന്ന് കൂടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്ന മോഡാണ് ഏറ്റവും മികച്ച മോഡ്. അതുപോലെ നിങ്ങളുടെ ശീലങ്ങളും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മടിക്കാതെ എഴുതണം. കൂടാതെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്